ഞാനേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെസിപ്പി ഉണ്ട്. പിന്നെ ഇതൊരു പക്ക ഒതന്റിക് ബിരിയാണി അല്ല, നമുക്കിങ്ങനെ ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ചിക്കൻ നമ്മളൊരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഒണിയനും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഇത് തന്നെയാണ് മസാല കുക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒണിയൻ ആഡ് ചെയ്തിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ചില്ലി ഒന്ന് ചതച്ചതും കൂടി ആഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കേടും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാൻ മറക്കണ്ട. അവസാനമായിട്ടേ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ മസാല സെറ്റ്. നമ്മൾ ഇതിലേക്ക് നെയ്ച്ചോറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മൊത്തം നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ ഫൈനൽ സ്റ്റെപ്പാണ്. കുറച്ച് ജീരകപ്പൊടിയും പിന്നെ അതുപോലെ ഗരം മസാലയും ഫ്രൈഡ് ഓണിയനും കിസ്മിസും കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. ഇത് നമുക്കൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സൈഡായിട്ട് കുറച്ച് അച്ചാറും സാലഡും ഒക്കെ എടുത്തിട്ടുണ്ട്. തട്ടിക്കൂട്ടാണെങ്കിലും സാധനം സെറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട.